സ്വകാര്യ വ്യക്തികൾ അദ്ദേഹത്തിന്റെ വസ്തു കയ്യേറി ഇവിടെ അതായത് ഇവരുടെ തന്നെ പുരയിടം വെട്ടിപ്പിടിച്ച് ഇവരുടെ പുരയിടത്തിൽ നിന്ന് തന്നെ ആ പുരയിടത്തിൽ പോകാനുള്ള ഒരു വഴി ഉണ്ടാക്കിയതാണ്. ഈ പുരയിടം കയ്യേറിയതായി ഈ ഉടമ പറയുന്ന കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്ന രീതിയിലുള്ള. നമസ്കാരം. തിരുവനന്തപുരം ജില്ലയിലെ കടയ്ക്കാവൂർ കുളമുട്ടത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. കുളമുട്ടം നമുക്കറിയാം, കായൽ തീരം കൊണ്ടൊക്കെ വളരെ മനോഹരമായ ഈ ഒരു സ്ഥലത്ത് ഈ കായലിൻ്റെ അരികത്ത് തന്നെയുള്ള ഒരു വസ്തു, ഈ വസ്തുവിൻ്റെ ഉടമ ഒരു പ്രവാസിയാണ്. അദ്ദേഹം വിദേശത്ത് നിന്ന് ഞങ്ങളെ വിളിച്ച് ഒരു വാർത്ത അറിയിച്ചു. അതായത് അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥയിലുള്ള 23 സെൻറ്റ് വസ്തുവാണ് ഇവിടെ ഉള്ളത്. അവിടെ ചില സ്വകാര്യ വ്യക്തികൾ അദ്ദേഹത്തിൻ്റെ വസ്തു കയ്യേറി ഇവിടെ ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ ശ്രമിക്കുന്നു എന്നാണ് അദ്ദേഹം ഞങ്ങളെ അറിയിച്ചത്. നാടിന്റെ നട്ടല്ലെന്ന് കൊട്ടിഘോഷിക്കപ്പെടുന്ന പ്രവാസികൾ സ്വന്തം മണ്ണിൽ പോലും സുരക്ഷിതരല്ലെന്ന ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം ആറ്റിങ്ങലിൽ നിന്ന് പുറത്തു വരുന്നു. ഇവിടെ കുളമുട്ടത്ത് കായലിനോട് ചേർന്ന് കിടക്കുന്ന നിസാൻ ശശിധരൻ എന്ന പ്രവാസിയുടെ 23 സെന്റ് ഭൂമി തട്ടിയെടുക്കാൻ ലക്ഷ്യമിട്ട് പ്രദേശത്തെ ഭൂമാഫിയയും രാഷ്ട്രീയ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളും കൈകോർക്കുകയാണ്. ഇത് സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ 70 വയസ്സുള്ള മാതാവ് കടയ്ക്കാവൂർ പോലീസ് സ്റ്റേഷനിൽ ചില പരാതികളൊക്കെ നൽകിയെങ്കിലും പോലീസ് കാര്യമായി ഈ വിഷയത്തെ ഗൗരവത്തിൽ കണ്ടില്ല എന്നും അദ്ദേഹം ആരോപിക്കുന്നു. കയ്യേറ്റ ശ്രമത്തിന് മാഫിയ സംഘം പ്രധാന ആയുധമാക്കുന്നത് ഡിജിറ്റൽ സർവേയിലെ പിഴവുകളാണ്. ഈ പ്രദേശത്ത് നടന്ന ഡിജിറ്റൽ സർവേയിൽ അപാകതകൾ ഉള്ളതായും അതിന്റെ അന്തിമ റിപ്പോർട്ട് ഇതുവരെ തയ്യാറായിട്ടില്ലെന്നും അധികൃതർ വ്യക്തമാക്കുന്നു. നിയമപരമായി വാല്യൂ ഇല്ലാത്തതും തിരുത്തലുകൾ നടക്കേണ്ടതുമായ പ്രിലിമിനറി സർവേ രേഖകൾ ഉയർത്തിക്കാട്ടിയാണ് ഇവർ ഉടമയെ ഭീഷണിപ്പെടുത്തുന്നതും ഭൂമി തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നതും. അന്തിമ റിപ്പോർട്ട് വരുന്നതുവരെ ഇത്തരം രേഖകൾക്ക് യാതൊരു നിയമസാധുതയും ഇല്ലെന്നിരിക്കെയാണ് മാഫിയകളുടെ ഈ കൊടുങ്കൈ. അതായത് ഇവരുടെ തന്നെ പുരയിടം വെട്ടിപ്പിടിച്ച് ഇവരുടെ പുരയിടത്തിൽ നിന്ന് തന്നെ ആ പുരയിടത്തിൽ പോകാനുള്ള ഒരു വഴി ഉണ്ടാക്കിയതായാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഇവിടെ പുതിയതായിട്ട് സർവേ കല്ലൊക്കെ സ്ഥാപിച്ചിരിക്കുന്നു. ഈ ഇവിടെ കണ്ടോ, JCB കൊണ്ടുപോയിരിക്കുന്നു. JCB വന്നിരിക്കുന്നതിൻ്റെ പാടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പോയി ആ സ്ഥലത്തെത്തി ഈ പുരയിടം കയ്യേറിയതായി ഈ ഉടമ പറയുന്ന കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളാണ് നമുക്കിവിടെ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഈ പുരയിടത്തിൽ ഈ വശങ്ങൾ കാണുന്ന വഴിയൊക്കെ പുതിയതായിട്ട് ഉണ്ടാക്കിയതാണ്. ഈ ഇവിടെ സർവേ കല്ലൊക്കെ പുതിയതായിട്ട് നാട്ടിയാണെന്നൊക്കെ പറയുന്നത് ഇപ്പൊ ചെയ്താണ്. പുറകെ കാണുന്ന ഏകദേശം ഒരു 10 സെന്റോളം വസ്തു ആ എൽ ഷേപ്പിൽ കിടക്കുന്ന അവിടെ ഇതിന്റെ ഉടമ അറിയാതെ JCB കയറ്റി അവിടെ നവീകരണ പ്രവർത്തനം നടത്തിയിരിക്കും. അവരറിഞ്ഞില്ലായിരുന്നു, ഞാനാണ് അവരൊക്കെ വിളിച്ചു പറഞ്ഞത്. ഈ പുരയിടം എന്തായാലും അവരുടെ തന്നെ അല്ലേ? മേലാറ്റിക്കൽ സ്വദേശിയായിട്ടുള്ള അവരത്. ഭൂമാഫിയയുടെ ക്രൂരതകൾ അവിടെയും തീരുന്നില്ല. പ്രസ്തുത വസ്തുവിലൂടെ കടന്നുപോയിരുന്ന സ്വാഭാവികമായ ഒരു കനാൽ ഇവർ JCB ഉപയോഗിച്ച് നിയമവിരുദ്ധമായി മൂടി. അതിനുശേഷം ഈ കുറ്റം നിലവിലെ ഉടമയായ നിസാൻ ശശിധരന്റെ തലയിൽ കെട്ടിവെക്കാനാണ് ശ്രമം. കൂടാതെ വില്ലേജ് അധികൃതരുടെ അനുവാദമോ സാന്നിധ്യമോ ഇല്ലാതെ ഇവർ തന്നെ വസ്തുവിൽ അതിക്രമിച്ചു കയറി വ്യാജ സർവേ കല്ലുകൾ സ്ഥാപിക്കുകയും ചെയ്തു. ഇവിടെ ഏറ്റവും വലിയ ട്വിസ്റ്റ് ഈ എൽ ഷേപ്പിൽ ഉണ്ട് എന്ന് ഇദ്ദേഹം സ്കെച്ചിൽ കാണിക്കുന്ന ഈ പുരയിടത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം, അതായത് കായലിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗം ഒരു സ്വകാര്യ വ്യക്തി കൈവശപ്പെടുത്താൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. എന്നാൽ ഇവിടെ എത്തി ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ സച്ചിൻ എന്നൊരു ചെറുപ്പക്കാരൻ, അദ്ദേഹവും ഒരു പ്രവാസിയാണ്. അദ്ദേഹം വില കൊടുത്ത് മറ്റൊരു വ്യക്തിയിൽ നിന്ന് ഈ അടുത്തിടെ വാങ്ങി ഈ പുരയിടം ഇവിടെ നവീകരണം നടത്തിയതായാണ് ഇവിടെ ചില പ്രദേശവാസികളിൽ നിന്ന് ചോദിച്ചറിയാൻ പറ്റും. എന്തായാലും ഈ പുരയിടത്തിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച ഒരു വലിയ തർക്കം നിലനിൽക്കുന്നു. ആദ്യഘട്ടത്തിൽ പരാതി നൽകിയിട്ടും കടയ്ക്കാവൂർ പോലീസ് തിരിഞ്ഞു നോക്കിയില്ലെന്ന ഗുരുതരമായ ആക്ഷേപം നിലനിൽക്കുന്നു. ആറ്റിങ്ങൽ സ്റ്റേഷനിലെ ഒരു അഡീഷണൽ SI പ്രതികൾക്ക് ഒത്താശ ചെയ്യുന്നുണ്ടെന്ന ഉടമയുടെ ആരോപണം പോലീസിന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. ഒടുവിൽ നോർക്ക വഴി പരാതി നൽകിയതിനെ തുടർന്ന് കടയ്ക്കാവൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത FIR അനുസരിച്ച് നൌഫൽ നിസാർ, മുഹമ്മദ് സച്ചിൻ, ജബിൻ ജസ്റ്റിൻ എന്നിവരാണ് മുഖ്യപ്രതികൾ. ഇതിൽ ഒരാൾ ഇതിനോടകം തന്നെ രാജ്യം വിട്ടു. ഇത് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതര വീഴ്ചയാണ്. അപ്പോൾ പ്രവാസികൾ അവർക്ക് വേണ്ടുന്ന സംരക്ഷണം അല്ലെങ്കിൽ അവരുടെ സ്വത്തിന് വേണ്ടുന്ന സംരക്ഷണം കൊടുക്കാൻ ഇവിടുത്തെ പോലീസ് മടി കാണിക്കുന്നു. മാഫിയയോട് ചേർന്ന് നിന്ന് ഈ പുരയിടം മറ്റുള്ളവർ കയ്യേറുന്നതിന് പോലീസ് കൂട്ടു നിൽക്കുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. പ്രതികൾക്കെതിരെ ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള ക്രിമിനൽ അതിക്രമം, സംഘം ചേർന്നുള്ള ആക്രമണം തുടങ്ങിയ ഗൗരവകരമായ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഭൂമി കയ്യേറാൻ ശ്രമിക്കുന്നത് പോരാതെ നിസാൻ ശശിധരനെ സമൂഹമധ്യത്തിൽ അപമാനിക്കുന്നതിനായി ഇദ്ദേഹത്തിന്റെ പുരയിടത്തിൽ തന്നെ മാഫിയ സംഘം അധിക്ഷേപകരമായ ഫ്ലക്സ് ബോർഡുകളും സ്ഥാപിച്ചു. പൊതുജന അവകാശം എന്ന പേരിൽ സ്ഥാപിച്ച ബോർഡുകൾ യഥാർത്ഥത്തിൽ ഉടമയെ ഭീഷണിപ്പെടുത്തി ഭൂമി തട്ടിയെടുക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്ന് വ്യക്തം.
വർക്കല ഡിവൈഎസ്പിയുടെ ഇടപെടലിനെ തുടർന്ന് അന്വേഷണത്തിൽ പുരോഗതി ഉണ്ടായെന്നാണ് പറയുന്നത്. എങ്കിലും പ്രതികളെ പിടികൂടാനോ വിദേശത്തേക്ക് കടന്ന വ്യക്തിയെ തിരികെ എത്തിക്കാനോ പോലീസ് ശ്രമിക്കുന്നില്ലെന്ന ആരോപണവും ശക്തമാണ്. നാടിനായി വിയർപ്പൊഴുക്കുന്ന പ്രവാസിയുടെ സ്വന്തം സ്വത്തിന് സംരക്ഷണം നൽകാൻ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാവണമെന്നാണ് പ്രധാനപ്പെട്ട ആവശ്യം. ഏതായാലും ഈ വിവരത്തിൽ ഒരു സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം വിസ്മയ ന്യൂസ് നടത്തുന്നുണ്ട്. ഇവരുടെ രേഖകളൊക്കെ പരിശോധിച്ച് ഇതിന്റെ ആധികാരികത ഉറപ്പുവരുത്തി ഒരുപക്ഷെ അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ ഈ പുരയിടം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു വാങ്ങിക്കൊടുക്കാനുള്ള ഒരു ഇടപെടൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥരിൽ നിന്നും ഭരണ സംവിധാനത്തിൽ നിന്നും ഉണ്ടാകണം എന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ക്യാമറാമാൻ വിപിൻ വേണുവിനൊപ്പം രജനീഷ്, വിസ്മയ ന്യൂസ്.